യേശുക്രിസ്തുവിനെ പൂർണ്ണ മനുഷ്യനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിച്ചോണം, അത്ഭുതങ്ങൾ ചെയ്ത് മനുഷ്യരെ ആശ്വസിപ്പിക്കുന്ന യേശുവിൻ്റെ ഉള്ളിൽ എത്രത്തോളം വേദനകൾ കിടപ്പുണ്ടായിരുന്നു. ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ മനസ്സിൽ നമ്മുടെ എല്ലാം ഭാരങ്ങൾ കർത്താവ് ഏറ്റെടുത്തു. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന എല്ലാ സങ്കടങ്ങളും ആവാഹിച്ചെന്ന് വേണമെങ്കിൽ പറയത്തക്ക രീതി ഉള്ളിൽ കൊണ്ട് നടന്ന ഒരാളാണ് നമ്മുടെ കർത്താവ്. അതിൻ്റെ കൂടെ ഈ മരണഭയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുഃഖവെള്ളിയുടെ മരണത്തിന് 3 ദിവസം മുമ്പ് എത്രത്തോളം കർത്താവിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. 2 ദിവസം അല്ലെ 3 ദിവസത്തിനപ്പുറം മരിക്കാൻ പോവാണ്. അത് സാധാരണ മരണമല്ല ഒരിക്കലും. കുരിശുമരണത്തിൻ്റെയൊക്കെ ഒരു കാഠിന്യം നിങ്ങൾക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റ് ചെയ്തവന്റെ മൃതശരീരം പോലും ഭൂമി കിടക്കരുതെന്നുള്ള വിശ്വാസത്തിൽ ഉണ്ടായി വന്നതാണ് ഈ കുരിശുമരം. ഇതിങ്ങനെ